നമസ്കാരം. ഫിഷാരഡീസ് ഹോട്ടൽ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് സദ്യയിൽ നമുക്കൊരു 10 കൂട്ടം ഐറ്റംസും 2 പായസം ഉൾപ്പെടെ പഴം എല്ലാം വെച്ചിട്ട് സെർവ് ചെയ്യുന്നൊരു സദ്യയാണ്. ഓണസദ്യ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നും സദ്യ, വർഷത്തിൽ 365 ദിവസം സദ്യ കിട്ടുന്നൊരു ഫുഡ് സ്പോട്ട് എന്ന് പറയാം. ബെസ്റ്റ് വെജിറ്റേറിയൻ ഹോട്ടൽ. നമ്മൾ ഹെഡ് ഓഫീസ് വരുന്നത് ഷൊർണൂരാണ്. ഷൊർണൂരും ബേസ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു 8ഓളം റെസ്റ്റോറൻ്റ് ഉണ്ട്, പാലക്കാട് ഉൾപ്പെടെ. ഇപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് നിന്ന് സംസാരിക്കുന്നത്. പാലക്കാട് കോട്ടമൈതാനത്തിനടുത്ത് IMA ഹാളിൻ്റെ പുറകിലായിട്ട് ആണ് വരും റെസ്റ്റോറൻറ്റ്. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ മുതൽ എല്ലാ ഐറ്റംസും, ദോശയിലെ വെറൈറ്റി ആയിട്ടുള്ള ഏകദേശം 50ഓളം ദോശകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പുട്ട് കടല, ഉപ്മാവ് കടല, അങ്ങനെയുള്ള അത്യാവശ്യമായിട്ടുള്ള നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ ലഭിക്കും. ഡിന്നറും അതേപോലെ ദോശകൾ, ഈ പുട്ടുകടല ഡിന്നറിലും കിട്ടും, ഉപ്മാവ് കിട്ടും, എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഇവിടെ അതേ സാധനങ്ങൾ ഡിന്നറിലും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ചപ്പാത്തി, പൊറോട്ട, ചന ഭട്ടൂര, പിന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് 65, ചില്ലി ഗോപി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ പായസം എല്ലാ ദിവസവും പായസം കിട്ടും. പായസങ്ങൾ 4 തരം 5 തരം പായസങ്ങളുണ്ട്. ഏത് പായസം വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിലും അവൈലബിൾ ആണ് 4 തരം പായസങ്ങൾ. എല്ലാ ടൈമിലും വന്നാലും പായസം ഓരോ ഗ്ലാസ് വീതമോ 1 ലിറ്റർ വീതമോ കഴിക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും. കറികളും അതേപോലെ നമുക്ക് പാർസലായിട്ട് കിട്ടും. 1/4 കിലോ മുതൽ 1 കിലോ വരെ അനേകം കിലോ എത്ര വേണേലും കറികളും കൊടുക്കും. പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഔട്ട്ഡോർ കാറ്ററിംഗ് എല്ലാം ചെയ്യുന്നതാണ്. അതും നമുക്ക് ഓഡിറ്റോറിയം ഉണ്ട്, ഔട്ട്ഡോർ കാറ്ററിംഗ് എല്ലാം ഉണ്ട്. അതിലിപ്പോൾ ബുക്കിംഗ് അനുസരിച്ചും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കറികൾ എത്ര വേണേലും കൊടുക്കും. 1/4 കിലോ വീതം 1/2 കിലോ വീതമൊക്കെ കറികൾ കൊടുക്കും. സാമ്പാർ, രസം, കാര്യങ്ങളെല്ലാം. ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ 7 മണിക്ക് ഓപ്പൺ ആവും. എല്ലാ റെസ്റ്റോറൻറ്റ്സും അതേ ടൈം തന്നെയാണ്. 7 to 7:15 ഓപ്പൺ ആവും. നമുക്കിപ്പോൾ ഇവിടെ പാലക്കാട് രാവിലെ 7 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 9 മണിക്കാണ് നമ്മൾ ക്ലോസിങ്. 9 മണി ക്ലോസിങ് ടൈം നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം 9:30 ആ റേഞ്ചൊക്കെ ആവാറുണ്ട്. 9:30-ക്കൊക്കെയാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ. അങ്ങനെയാണ്. നമ്മളിവിടെ പാലക്കാട് നമ്പർ ഞാൻ പറയാം, 95 44 45 66 00 ആണ് റെസ്റ്റോറൻറ്റ് നമ്പർ. ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഏത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ്. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. സ്വിഗ്ഗി, സൊമാറ്റോ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് അതർ ബ്രാഞ്ചസ് വരുന്നത് 7 എണ്ണം വേറെ വരുന്നുണ്ട്. പാലക്കാട് കൂടാതെ നമുക്ക് പട്ടാമ്പി വരുന്നുണ്ട്, പെരിന്തൽമണ്ണ വരുന്നുണ്ട്, കൂനത്തറ കഴിഞ്ഞ് 26 മൈൽ വരുന്നുണ്ട്, ഗുരുവായൂർ വരുന്നുണ്ട്, ചൂണ്ടൽ വരുന്നുണ്ട്, പെരിന്തൽമണ്ണ വരുന്നുണ്ട്, തൃശ്ശൂർ കുറുപ്പൻ റോഡ് വരുന്നുണ്ട്, നന്ദിക്കര, കുറുമാലി നന്ദിക്കര ജംഗ്ഷൻ അവിടെ വരുന്നുണ്ട്. ഇത്രയും ഫുഡ് സ്പോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വഴി യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എവിടെ നിന്നും നമ്മുടെ ടേസ്റ്റ് പോയിൻറ്റ്സിൽ കയറാവുന്നതാണ്. തൃശ്ശൂർ, എറണാകുളം, പിന്നെ പട്ടാമ്പി, ഗുരുവായൂർ പോകുന്ന വഴിക്കാണ് ഗുരുവായൂർ. പാലക്കാട്, കോയമ്പത്തൂർ പോകുകയാണെങ്കിൽ പാലക്കാട് വരാം. എല്ലാവർക്കും സ്വാഗതം. സ്ഥിരം ഇവിടെ തന്നെയാണ്. ഷാരദി സദ്യൻ്റെ മെനു ആണ് അവിടെ കാണിക്കാൻ പോണത്. ഇത് ചോറ്, ഇത് സാമ്പാർ, ഇത് തോരൻ, ഇത് അവിയൽ, ഇത് ഓലൻ, ഇത് മസാലക്കറി, ഇത് പച്ചടി, പൈനാപ്പിൾ പച്ചടിയാണ്, ഇത് രസം, ഇത് കിച്ചടി പറയും, കിച്ചടിയാണ്, ഇത് കാളനാണ്, പിന്നെ മോര്, പിന്നെ ഇത് പരിപ്പ് പായസം, ഇത് ഇവിടുത്തെ പാലടയാണ്, പിന്നെ പഴം നുറുക്ക്, പപ്പടം, ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. എല്ലാ ദിവസവും ഡെയിലി സദ്യയാണ്. ഡെയിലി പായസം, ഡെയിലി സദ്യയാണ്. പാലട പ്രഥമനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പായസം. കൊണ്ടാട്ടം കൂടെ ഇതിൽ കൂടെ ഉണ്ടാവാറുണ്ട്. കൊണ്ടാട്ടം
മുളക്, ഒന്നുമില്ലെങ്കിൽ പയർ കൊണ്ടാട്ടം, അങ്ങനെ വെറൈറ്റി കൊണ്ടാട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ ദിവസവും ഓരോരുത്തരും ഇവിടെ കോയമ്പത്തൂരും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നിറയെ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ലൊക്കേഷൻ അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇവിടെ വരാറുള്ളത്. പിന്നെ നമ്മൾ ദോശയെക്കുറിച്ച് പറഞ്ഞിരുന്നു, അമ്പലപ്പര ദോശ എന്ന്. എങ്കിലും ഞാൻ കുറച്ച് പേരുകൾ പറയാം. അതിൻ്റെ പനീർ മസാല ദോശ, മഷ്റൂം മസാല ദോശ, ഗോബി മസാല ദോശ, സ്പെഷ്യൽ മസാല ദോശ, ചീസ് മസാല ദോശ, ചീസ് പനീർ, ചീസ് മഷ്റൂം, റവ മസാല, സാദാ മസാല, പിന്നെ ഗോതമ്പ് കൊണ്ടുള്ള വിഭവം, ഗോതമ്പ് റോസ്റ്റ്, ചീസ് റോസ്റ്റ്, അടദോശ, റവ ഇഡ്ഡലി, ഇങ്ങനെയുള്ള നിരവധി ദോശകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇതെല്ലാം സ്പെഷ്യൽ ഐറ്റംസ് ആണ്. സാദാ ദോശയും തട്ടുദോശ അങ്ങനെയുള്ള ദോശകൾ വേറെ ഉണ്ട്. ഊത്തപ്പം സ്പെഷ്യൽസ് ഉണ്ട്, ചീസ് സ്പെഷ്യൽസ് ഉണ്ട്, റവ സ്പെഷ്യൽ, പിന്നെ ദോശയുടെ തന്നെ വേറെ സ്പെഷ്യൽസ്, ബീട്രൂട്ട് ദോശ, ക്യാരറ്റ് ദോശ, ടൊമാറ്റോ റോസ്റ്റ്, പിന്നെ ഒനിയൻ റോസ്റ്റ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം വിഭവങ്ങളും അവൈലബിൾ ആണ്. പിന്നെ റൈസിനെ കുറിച്ച് പറയുന്നത്, റൈസ് സദ്യ മാത്രമല്ല, കേർഡ് റൈസ്, വെജ് ബിരിയാണി, ഫ്രൈഡ് റൈസ്, പിന്നെ ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ്, ഗീ റൈസ്, ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പാലക്കാട് നിന്ന് വന്നപ്പോൾ കളക്ടറേറ്റ് ഓഫീസിൽ നിന്ന് വന്നാൽ അപ്പോൾ ജസ്റ്റ് പിന്നെ വെജിറ്റേറിയൻ ഹോട്ടൽ അന്വേഷണം നടന്നു. നമ്മളിപ്പോൾ സാധാരണ ഇതിലൂടെ നൂർജഹാനൊക്കെ ആണല്ലോ ഇപ്പോൾ സാധാരണ കയറുന്നത്. പക്ഷേ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ, നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ എന്നിട്ട് പാലക്കാട് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എന്നോട് ഇവിടെ പല ആൾക്കാരും പറഞ്ഞു പിഷാരടി ഒന്ന് കയറി നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പിഷാരടി ഹോട്ടലിൽ കയറി നോക്കിയത്. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞാൽ നല്ല സദ്യയാണ്. അത് മാത്രമല്ല, ഇവിടെ സ്റ്റാഫുകൾ ലേഡീസ് സ്റ്റാഫുകളാണ് കൂടുതൽ അല്ലേ? ലേഡീസ് ആണ് കൂടുതൽ. പിന്നെ നല്ല ബിഹേവിയർ, നമുക്ക് വന്നാൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഉള്ളിലേക്ക് കയറിയ ഇഷ്ടംപോലെ പാർക്കിങ്ങിൻ്റെ സൗകര്യമുണ്ട്. പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലാണെന്നുള്ളതാണ് ഏറ്റവും മെയിൻ ഒരു കാര്യം. പാലക്കാട് തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ കപിലവസ്തു ഉണ്ട് ഞാൻ പറയുന്നത്. കൂടാതെ തന്നെ നമുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടൽ നിങ്ങൾ കണ്ടുകൊണ്ട് നന്നായി. നമ്മളുടെ കൂടുതൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരട്ടെ. ഏതായാലും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഹോട്ടൽ 8 അല്ലേ മൊത്തം 8. ലൊക്കേഷൻ വന്നിട്ട് നമുക്ക് പാലക്കാട് കോട്ടൻ്റെ അടുത്ത് തന്നെയാണ്. കോട്ടയുടെ അടുത്ത് നമ്മൾ 1 വേ ആണ്. റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നൂർജഹാൻ കഴിഞ്ഞിട്ട് തൊട്ട് എൻട്രൻസിനടുത്താണ്. IMA ഹാളിൻ്റെ പുറകിൽ എന്ന് പറയാം, ഇല്ലെങ്കിൽ കോട്ട മൈതാനത്തിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസ്. മൊബൈൽ നമ്പർ വന്നിട്ട് നമുക്ക് 95 44 45 66 00. ഇതാണ് റെസ്റ്റോറൻറ്റിലെ നമ്പർ. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ മാത്രമല്ല, വാണിയംകുളത്തെ പോകാറുണ്ട്, തൃശ്ശൂരുള്ളതിന് പോകാറുണ്ട്, പിന്നെ തൃശ്ശൂരിൽ നിന്ന് വന്ന വഴി എറണാകുളം ഭാഗത്തു നിന്നുള്ളതിന് പോകാറുണ്ട്. മിക്കവാറും ദിവസങ്ങൾ രാവിലെ ഇവിടെ വരും, ഉച്ചയ്ക്ക് എപ്പോഴും കൂടെ ഇവിടെ വരും. നല്ല ഭക്ഷണമാണ്. ഫസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ വരുന്നത്. ആദ്യം വന്നിരുന്നു, പക്ഷേ ഷാരഡീസ് പേരിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സോ ഫാർ കമ്പയർഡ് ടു earlier. രാവിലെ 7:15 മുതൽ രാത്രി 9:30 വരെ. അപ്പോൾ ഇവരാർക്കെയാണ് ഇവിടുത്തെ മെയിൻ മാനേജറാണ്. പേര് പറയില്ല? എൻ്റെ പേര് വിമൽ എന്നാണ്. പിന്നെ ആലത്തൂർ തന്നെയാണ് സ്വദേശം, പാലക്കാട് ആലത്തൂർ. ഇവിടെ കുറേ സ്റ്റാഫുകളുണ്ടല്ലേ? ഇവിടെ ഏകദേശം 15ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും അടുത്തടുത്ത ലൊക്കാലിറ്റിയുള്ള എല്ലാ കുറച്ച് പേര് ദൂരെയാണ്. ഷൊർണൂരിൽ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട്, വാണിയംകുളം, പിന്നെ അങ്ങനെ അടുത്തുനിന്ന് ഞാനും ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും ദൂരെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സ്ഥാപനം നല്ല വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. താങ്ക് യു. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, yeah, yeah.